ഹായ് ടീം, ഇറ്റ്സ് മീ മുനീർ ഫ്രം വിസ്ഡം സ്പിയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ബിസിനസ്സിൽ ബഡ്ജറ്റിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണി പ്ലാൻ എന്ന് പറയാം. അതായത് ഒരു മാസത്തെയോ അതല്ലെങ്കിൽ ഒരു വർഷത്തെയോ നമുക്ക് വരുന്ന റവന്യൂ എത്രയാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ബഡ്ജറ്റിനെ ഒരു 4 സ്റ്റേജായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് അനാലിസിസ് സ്റ്റേജ് എന്നാണ് പറയുക. അനാലിസിസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് 2-3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്. ഇതൊരു ബഡ്ജറ്റ് മെത്തേഡാണ്, ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് പ്രകാരം ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയറിലുള്ള സെയിൽസ് അതിലൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഓരോ വർഷവും ഓരോ മാസവും നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. അതിൽ വരുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയോ അതല്ലെങ്കിൽ കോസ്റ്റ് കട്ട് ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ്സോ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ